നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം രജിത്ത്. വളരെ സന്തോഷമുണ്ട്. ഞാൻ പോലും ചിന്തിക്കാത്ത, ഞാൻ ആഘോഷിച്ചിട്ടില്ലാത്ത എൻ്റെ ബർത്ത്ഡേ കണ്ടറിഞ്ഞ് മനസ്സിലാക്കി ലോക മലയാളി സഹോദരങ്ങൾ, ലക്ഷക്കണക്കിന് സഹോദരങ്ങൾ അവരുടെ ഹൃദയത്തിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിലും എന്നെ സ്നേഹം അറിയിച്ചതിലും വിശ്വാസം അറിയിച്ചതിലുമെല്ലാം ഈ ഒരു വീഡിയോ ഞാനിപ്പോൾ ഇടുന്നത് അങ്ങനെ ചെയ്ത എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദി രേഖപ്പെടുത്തുന്നതിന് വേണ്ടി കൂടിയാണ്. ഒത്തിരി പേർ ഞാൻ ആഘോഷിക്കാത്ത, ഞാൻ അനാഥനാണെന്നാണ് പലപ്പോഴും പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. എന്നെ സ്നേഹിക്കുന്ന കോടാനുകോടി സഹോദരങ്ങളുണ്ട് എന്ന് ബിഗ് ബോസ് ഷോയ്ക്ക് ശേഷം ഞാൻ മനസ്സിലാക്കി. അപ്പോൾ എന്നെ ഏതൊക്കെ രീതിയിൽ എനിക്ക് എന്താ പറയുക, മലപ്പുറം എടവണ്ണ, അതുപോലെ മലപ്പുറം ജില്ലയിലെ പല ഭാഗങ്ങളിൽ നിന്ന് അവരെ കേക്ക് സഹിതം, അതുപോലെ ഫുഡ് ഐറ്റംസ് ഒക്കെ പാഴ്സൽ കൊറിയർ ചെയ്ത് തന്നവർക്ക്, അതുപോലെ ദുബായിൽ നിന്ന് എനിക്ക് ഡ്രസ്സ് അയച്ചു തന്നവർക്ക്, US നിന്ന് ബിരിയാണി സ്പോൺസർ ചെയ്തവർക്ക്, US നിന്ന് തന്നെ ഡോക്ടർ ഹിമ എന്ന് പറയുന്ന കുട്ടി ഷർട്ടുകളും ടീഷർട്ടും ഒത്തിരി സ്പോൺസർ ചെയ്തു. പിന്നെ ആലപ്പുഴയിൽ നിന്ന് അച്ചാർ സ്പോൺസർ ചെയ്ത്, അങ്ങനെ വിവിധ മേഖലകളിൽ നിന്ന് ആഹാര സാധനങ്ങൾ എനിക്ക് എത്തിച്ചു തന്നു. പക്ഷെ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ, ദയവ് ചെയ്ത് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മാത്രം മതി. പ്രവർത്തിക്കാൻ, കർമ്മം ചെയ്യാൻ, നിങ്ങൾക്ക് വേണ്ടി, സമൂഹത്തിന് വേണ്ടി കർമ്മം ചെയ്യാൻ ഞാൻ എപ്പോഴും തയ്യാറാണ്. പിന്നെ ഒരു അപേക്ഷ കൂടെ ഉള്ളതെന്ന് പറയുന്നത്, പലപ്പോഴും ഞാൻ ഇടുന്ന വീഡിയോകളിൽ അല്ലെങ്കിൽ ചില വീഡിയോകളുടെ താഴെ ഞാൻ കണ്ടിട്ടുണ്ട്, 100 പേര് 95 പേര് നല്ല കമൻ്റ് ഇടുമ്പോൾ ഒരു 5% പേര് മോശപ്പെട്ട കമൻറ്റ് ഇടാറുണ്ട്. അതിലും ഒന്നും എനിക്ക് വിരോധവും വിഷമവുമില്ല. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, എനിക്ക് ലാലേട്ടൻ്റെ 20-ാം നൂറ്റാണ്ടെന്ന് പറഞ്ഞ സിനിമ കണ്ടപ്പോഴാണ് ഐഡിയ മനസ്സിലായത്. ഈ അടുത്തിടയ്ക്ക് അത് ക്ലിയറാണ്. കാരണം മറ്റൊരു രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ പാർട്ടിയിൽ അതിനകത്ത് ഒരു യൂണിയനെ ഇല്ലാതാക്കാൻ, അല്ലെങ്കിൽ അവരിൽ പേരുദോഷം കൊണ്ടെത്തിക്കണമെങ്കിൽ അവരുടെ യൂണിഫോം നമ്മുടെ കൂട്ടത്തിലുള്ള കുറച്ച് പേരിട്ടിട്ട് നമ്മുടെ തന്നെ ഓഫീസ് തല്ലിപ്പൊട്ടിച്ചിട്ട് അപ്പം അവർ ചെയ്തു എന്ന് വരുത്തി തീർക്കുക എന്ന്. ഞാനിത് പറയാൻ കാരണം, നിങ്ങളെല്ലാവരും സദാ ശ്രദ്ധിക്കുക. ആരെങ്കിലും ബാഡ് കമൻറ്റോ മോശപ്പെട്ടതോ ഇട്ടാൽ എന്നെ സ്നേഹിക്കുന്ന സഹോദരങ്ങളെ, എനിക്കെല്ലാം അറിഞ്ഞുപോലും കൂടാ, നിങ്ങൾ അതിന് റിയാക്ട് ചെയ്യാൻ പോകരുത്. കാരണം എനിക്ക് ഫാൻസില്ല, എനിക്ക് സഹോദരങ്ങളാണുള്ളത്. എൻ്റെ ആളെന്ന് പറഞ്ഞ് പേരും ഇട്ട് അതിനകത്ത് കയറിയതിന് ശേഷം എൻ്റെ കൂടെയുള്ള അഭിനയിക്കുന്നവരെയോ എൻ്റെ കൂടെ മത്സരിച്ചവരെയോ അല്ലെങ്കിൽ ഞാൻ സഹോദരങ്ങളെപ്പോലെയാണ്. ഇപ്പോൾ ബിഗ് ബോസിനെ സംബന്ധിച്ച് തന്നെ പറയുന്നു, അതിനകത്ത് 20-21 പേരോളം എൻ്റെ സഹോദരങ്ങളാണ്. അവരെല്ലാം എൻ്റെ കൂട്ടുകാരാണ്. അവരുമായിട്ട് അഭിനയിക്കേണ്ട സിറ്റുവേഷൻ വന്നാൽ തീർച്ചയായിട്ടും ഓരോരുത്തരും അവരുമായിട്ട് അഭിനയിക്കും. അതിനകത്ത് ഓരോ സഹോദരങ്ങൾ, അത് എൻ്റെ കൂടെ മത്സരിച്ച ഒരു സഹോദരിയായാലും സഹോദരനായാലും അവർക്കൊരാവശ്യം വേണ്ടി വന്ന് രജിത്തിനെ അവർ ഫോൺ വിളിക്കുകയാണെങ്കിൽ എനിക്ക് അവരുടെ പലരുടെയും നമ്പർ അറിയില്ല, ഉറപ്പായും ഞാൻ എത്തുകയും അവരെ സഹായിക്കുകയും ചെയ്യും. കാരണം ഒരു മത്സരമായിട്ട് കാണുക, അത് കളയുക, അത്രയേ ഉള്ളൂ. നമുക്ക് തരുന്ന റോള് നന്നായിട്ട് അഭിനയിക്കുക. അപ്പോൾ ഇനിയും അത് തന്നെയാണ്. ഇപ്പോൾ സീരിയലായാലും സിനിമയിലും സമൂഹത്തിലായാലും ശരി, നമുക്ക് തരുന്ന, അപ്പോൾ എന്നോടൊപ്പം സഹകരിക്കുന്ന എല്ലാവരോടും അവർക്ക് ഹൃദയവും ജീവനും കൊടുത്ത് ഞാൻ സഹായിക്കുന്ന ഒരാളാണ്. ഞാൻ ആരെയും ഇൻസൾട്ട് ചെയ്യില്ല, ഒരു വ്യക്തിയെ ഹർട്ട് ചെയ്യില്ല, കള്ളം പറയില്ല. ഉറപ്പായിട്ട് തന്നെ ഞാൻ പറയുന്നത്, ഞാൻ ആരെയും ദ്രോഹിക്കില്ല, ചതിക്കില്ല, വഞ്ചിക്കില്ല, ആർക്കും എതിരെ ഞാനൊന്നും പ്രവർത്തിക്കത്തില്ല. അപ്പോൾ എന്നെ സ്നേഹിക്കുന്ന എൻ്റെ സഹോദരങ്ങൾ, അത് കുഞ്ഞുകുട്ടി മുതൽ പ്രായമുള്ളവർ മനസ്സിലാക്കേണ്ട അത്രയേ ഉള്ളൂ. ഞാൻ ആരെയും ദ്രോഹിക്കില്ല, അനാവശ്യം പറയില്ല, ആരെയും വെച്ചും ഞാൻ കളിപ്പിക്കത്തില്ല. അതുപോലെ തന്നെ നിങ്ങളും ആരെയും ദ്രോഹിക്കാതിരിക്കുക, ആരെയും ഇൻസൾട്ട് ചെയ്യാതിരിക്കുക, ആരെയും വിഷമിപ്പിക്കാതിരിക്കുക. പറ്റുമെങ്കിൽ നിഷ്കാമകർമ്മം, ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാതെ നമുക്ക് നന്മയും സേവനവും സ്നേഹവും കൊടുത്തുകൊണ്ട് കഴിയുന്ന രീതിയിൽ ചെയ്തുകൊണ്ട് ഈ ജീവിതം ധന്യമാക്കി തിരിച്ചു പോകാം. പക്ഷെ അപ്പോഴും ഓർക്കുക, ദൈവത്തിൻ്റെ ആൾക്കാർ ഉള്ളതുപോലെ തന്നെ അസുരൻ്റെ ആൾക്കാർ അല്ലെങ്കിൽ പൈശാചികർ, ദൈവിക ഗുണങ്ങളും പൈശാചിക ഗുണങ്ങളും ആസുര ഗുണങ്ങളും എന്ന് ഭഗവത്ഗീതയിൽ പറഞ്ഞ പോലെ, അല്ലെങ്കിൽ എല്ലാ വേദഗ്രന്ഥങ്ങളിലും പറഞ്ഞതുപോലെ ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ തന്നെയാണ് രണ്ടുണ്ട്. അപ്പം നാളെ ഞാൻ ഒരു പൈശാചികനായ വ്യക്തിയായി മാറുമോ എന്ന് പോലും പറയാൻ പറ്റില്ല. കാരണം ഒരു വ്യക്തിയുടെ ഉള്ളിൽ തന്നെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നല്ലത് ചീത്ത എന്നത് ആപേക്ഷികം മാത്രമാണ്. ഇന്ന ആൾക്കാർ മുഴുവൻ നല്ലവർ, ഇന്ന ആൾക്കാർ മുഴുവൻ മോശം എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. അത് ശരിയല്ല. നല്ലതും ചീത്തയും ഒരു വ്യക്തിയിൽ തന്നെയുണ്ട്. ജ്ഞാനത്തിൻ്റെ വർധനവ് കൊണ്ട് നമ്മളിലെ മോശം ഇല്ലാതാക്കി നന്മ വർദ്ധിപ്പിക്കുക. മനസ്സിലായില്ലേ? അതാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ഞാൻ ഒരു എന്തെങ്കിലും തിരിച്ചറിവില്ലാത്തൊരു വ്യക്തിയായിരുന്നു. വേദങ്ങളിലൂടെ ഞാൻ തിരിച്ചറിവുള്ള വ്യക്തിയായി. നാളെ അല്ലെങ്കിൽ വരും സമയങ്ങളിൽ എന്നെ അന്യായമായി പീഡിപ്പിക്കുകയും എന്നെ മോശക്കാരനാക്കി ചിത്രീകരിച്ച് തീരെ നിവൃത്തിയില്ലാത്ത അവസ്ഥ വരുമ്പോൾ ചിലപ്പോൾ മോശമായി പോയാൽ അത് ഞാൻ തന്നെയാണ്.
മനസ്സിലായില്ലേ? അതിൻ്റെ അടുത്ത ദിവസം ഏറ്റവും നല്ലവനാവാൻ ശ്രമിച്ചാൽ അതും ഞാൻ തന്നെയാണ്, വേറെ ആരുടെയും പ്രോബ്ലം അല്ല. അപ്പോൾ എന്നെ സ്നേഹിക്കുന്ന എല്ലാ സഹോദരങ്ങളോടും ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. എനിക്ക് ചെയ്യാൻ കഴിവുള്ള എല്ലാ നന്മകളും ചെയ്യും. ഞാൻ എന്ത് സമ്പത്തുണ്ടാക്കിയാലും അതിലൊരു മുഖ്യ വിഹിതമെന്ന് പറയുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്ന എൻ്റെ മലയാളി കുട്ടികൾ, ആ കുട്ടികൾ അവരുടെ വിദ്യാഭ്യാസം, എൻ്റെ മാതാപിതാക്കളെ പോലെ ഞാൻ കാണുന്ന വൃദ്ധസദനങ്ങൾ, ബാക്കിയുള്ളവർ ചെറുപ്പക്കാരായതുകൊണ്ട് ആരോഗ്യം ഉണ്ടാവും, എന്നാലും എന്നാ കഴിവുള്ള സഹായം ഞാൻ വാഗ്ദാനം ചെയ്തുകൊണ്ട് എൻ്റെ ഈ ബർത്ത്ഡേ ഓർമ്മിപ്പിക്കുകയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും വീഡിയോകൾ തയ്യാറാക്കുകയും അതുപോലെ തന്നെ ഫേസ്ബുക്കിലും മറ്റുമൊക്കെ സോഷ്യൽ മീഡിയയിൽ 90% പേരും നന്മ പ്രവർത്തിക്കുന്നവരാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. എന്നെ ഈ ലെവലിൽ നല്ല രീതിയിലാക്കിയതും അവരൊക്കെ തന്നെയാണ്. അപ്പോൾ ആരെയും ഞാൻ കുറ്റം പറയത്തില്ല. പക്ഷേ ഒരു 5% എന്നെ ശ്രദ്ധിക്കണം എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഫോട്ടോ കോൺടെസ്റ്റുകളും അതിലൂടെ പൈസ സമ്മാനങ്ങൾ നൽകാൻ മനസ്സ് കാണിച്ചവരും അതിനെ സ്പോൺസർ ചെയ്തവരും എല്ലാം നല്ല ഭംഗിയാക്കി ചെയ്ത് ആർക്കും വിഷമം ഉണ്ടാകാത്ത രീതിയിൽ ചെയ്ത എല്ലാ സഹോദരങ്ങൾക്കും ആയുരാരോഗ്യ ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധികളും സന്തോഷങ്ങളും അവർക്കും അവരുടെ കുടുംബത്തിനും അവരുടെ മക്കൾക്കും സഹോദരങ്ങൾക്കും എല്ലാം വർദ്ധിപ്പിച്ച് സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. കാണാം. നന്ദി, നമസ്കാരം.